all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ വോഷൽസ് അൽഗോരിതത്തിൻ്റെ തിയറി പാർട്ട് അൽഗോരിതം എന്താണെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വോഷൽസ് അൽഗോരിതം ഉപയോഗിച്ച് ഒരു പ്രോബ്ലം ട്രാൻസിറ്റീവ് ക്ലോഷർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബ്ലം എപ്പോഴാണ് വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ഡയഗ്രാംസും മെട്രിക്സും നമ്മൾ ട്രാൻസിറ്റീവ് ക്ലോഷർ കാൽക്കുലേറ്റിന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ലെങ്തി പ്രോബ്ലംസ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ വോഷൽസ് അൽഗോരിതമാണ് എന്ത് എളുപ്പമായിട്ട് വരുന്നത്. റിലേഷൻസിൻ്റെ എണ്ണം കൂടുമ്പോഴത്തേക്കും കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണ് വോഷൽസ് അൽഗോരിതം ആയതുകൊണ്ടാണ് ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വോഷൽസ് അൽഗോരിതത്തിൻ്റെ പ്രോബ്ലം നമുക്കത് വർക്കൗട്ട് ചെയ്യാം. Let A is equal to set to 1, 2, 3, 4 and R be the relation set to order pair 1, 2, 2, 1, 2, 3 and 3, 4. Find R infinity or the transitive closure of R. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ സെറ്റിന് നമുക്ക് എസ് എ പാർട്ടൊക്കെ ചോദിക്കുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക, ഈ സെറ്റിനെ എടുത്തെഴുതുക. ലൈക്ക് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 ആൻഡ് ആർ ബി ദ റിലേഷൻ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് കാര്യങ്ങൾ എടുത്തെഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ റിലേഷൻ ഉപയോഗിച്ച് ഈ റിലേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എം ആറിനെ എഴുതുക. അതിനെ W0 എന്ന് ഡിനോട്ട് ചെയ്യുക. ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന സെറ്റിനെയും ആർ എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ എടുത്തെഴുതി. അതിനുശേഷം ആ ആർ എന്ന് പറയുന്ന റിലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആയിട്ടുള്ള എം ആറിനെ എഴുതുക. അതിനെ W0 ഇനീഷ്യൽ മെട്രിക്സ് ആയിട്ടുള്ള W0 എന്ന് പേര് കൊടുക്കുക. ഇവിടെ ഈ തന്നിരിക്കുന്ന റിലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് നമുക്ക് 0, 1, 0, 0, 1, 0, 1, 0, 0, 0, 0, 1, 0, 0, 0, 0 നമുക്ക് കിട്ടും. സോ ഇതാണ് നമ്മളുടെ എം ആർ എന്ന് പറയുന്ന മെട്രിക്സ്. അതിനുശേഷം നമ്മൾ നോക്കുക, ഇപ്പോൾ നമ്മളുടെ ഇരിക്കുന്ന മെട്രിക്സ് W0 എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? ഹിയർ അടുത്ത സ്റ്റെപ്പ് എഴുതേണ്ടത് ഹിയർ n is equal to 4. കാരണം എയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഹിയർ n is equal to 4. n 4 ആണെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഉള്ള മെട്രിക്സ് ഏതാണ്? W0. n 4 ആണെങ്കിൽ നമുക്ക് എത്ര മെട്രിക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം? W4th മെട്രിക്സ് വരെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ ഇപ്പോൾ W0 ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മെട്രിക്സ് W1 എഴുതണം. അത് കഴിഞ്ഞിട്ട് W2 എഴുതണം, W3 എഴുതണം. അതിനുശേഷം അത് W3 കഴിഞ്ഞ് വരുന്ന മെട്രിക്സ് ആണ് ഏത്? W4. സോ W0ൽ നിന്നും W1 കാൽക്കുലേറ്റ് ചെയ്യുന്നു, W1ൽ നിന്നും W2 കാൽക്കുലേറ്റ് ചെയ്യുന്നു, W2ൽ നിന്നും W3 കാൽക്കുലേറ്റ് ചെയ്യുന്നു, ആൻഡ് ഫ്രം W3 we can calculate W4 and this W4 represents the matrix of the transitive closure that is MR∞. W0 എന്ന് പറയുന്നത് MR തന്നിട്ടുള്ള റിലേഷൻ്റെ മെട്രിക്സ് ആണെങ്കിൽ W4 എന്ന് പറയുന്നത് N4 ആയതുകൊണ്ട് ഇവിടെ W4 എന്ന് പറയുന്നതായിരിക്കും ട്രാൻസിറ്റീവ് ക്ലോഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ദാറ്റ് ഈസ് MR∞. സോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഏതാണ്? W0 ആണ്. അപ്പോൾ W0 ഉപയോഗിച്ച് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നു? W1 കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകണം. നമുക്ക് വേണ്ട മെട്രിക്സ് W1. ഈ W1നെ സംബന്ധിച്ച് ഇവിടുത്തെ സഫിക്സ് വാല്യൂ ആണ് നമ്മൾ K ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ W1നെ സംബന്ധിച്ച് സഫിക്സ് വാല്യൂ ആയ K എത്രയാണ്? 1 ആണ്. K is equal to 1. അങ്ങനെയെങ്കിൽ K - 1 എന്തായിരിക്കും? 1 - 1 is equal to 0 അല്ലേ. സോ ഇവിടുത്തെ Kയുടെ വാല്യൂ 1ഉം K - 1ൻ്റെ വാല്യൂ 0 അപ്പോൾ ഈ W1 എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏത് മെട്രിക്സ് ഉപയോഗിച്ചാണ്? W0 എന്ന് പറയുന്ന മെട്രിക്സ് ഉപയോഗിച്ചാണ്. അതാണ് അൽഗോരിതത്തിൽ പറഞ്ഞിരിക്കുന്നത്. WKth മെട്രിക്സ് we are calculating or computing the values or the entries of the WKth matrix by means of or by using WK - 1th matrix. സോ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റിൽ Kയുടെ വാല്യൂ W1 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ Kയുടെ വാല്യൂ 1 ആണ്, K - 1ൻ്റെ വാല്യൂ 0 ആണ്.
W1 എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് W0 എന്ന് പറയുന്ന മെട്രിക്സ് ഉപയോഗിച്ചാണ്. അങ്ങനെയെങ്കിൽ എന്താണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? എല്ലാ മെട്രിക്സുകളുടെയും ഓർഡർ, ഇപ്പോൾ W0യുടെ ഓർഡർ എത്രയാണ്? 4/4. അതുകൊണ്ട് തന്നെ W1ൻ്റെയും 2ൻ്റെയും 3ൻ്റെയും 4ൻ്റെയും 4 മെട്രിക്സുകളുടെ ഓർഡർ എന്ത് തന്നെ ആയിരിക്കും? 4/4 തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ W1 എന്ന് പറയുന്ന മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4/4 മെട്രിക്സിൻ്റെ പ്ലോട്ട് കൊടുക്കുന്നു. അതിനുശേഷം തൊട്ട് മുമ്പുള്ള മെട്രിക്സ് W0ത്തെ മെട്രിക്സിൽ ഏതൊക്കെ പൊസിഷനുകളിലാണോ 1 ഉള്ളത്, 1 എന്ന് പറയുന്ന എൻട്രി ഉള്ളത്, അതെല്ലാം പുതിയ മെട്രിക്സായ W1 എന്ന് പറയുന്ന മെട്രിക്സിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. Therefore, in the position 1, 2, 2, 1, 2, 3 and 3, 4 we have 1. So step 1 കഴിഞ്ഞു. That is W1th മെട്രിക്സിൻ്റെ മെട്രിക്സിൽ W0ത്തെ മെട്രിക്സിലുള്ള 1ൻ്റെ പൊസിഷനിലെല്ലാം നമ്മൾ എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്തു. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? W0 എന്ന് പറയുന്ന മെട്രിക്സിനെ കൺസിഡർ ചെയ്യുന്നു. അവിടുത്തെ ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും നോക്കുക. അതായത് നമ്മളവിടെ പറഞ്ഞ എന്താണ്? WK-1 മെട്രിക്സിൻ്റെ kth കോളവും kth റോയുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ W0 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ kth കോളം, അതായത് ഇവിടെ k എത്ര? 1. ഫസ്റ്റ് കോളം നോക്കുക. അവിടെ എവിടേക്കാണോ 1 എന്ന് പറയുന്ന എൻട്രി ഉള്ളത് അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? P1, P2 എന്ന് പറയുന്ന പൊസിഷൻസ് അലോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സെക്കൻഡ് പൊസിഷനിലാണ് 1 കിടക്കുന്നത്. ഫസ്റ്റ് കോളത്തിൻ്റെ സെക്കൻഡ് പൊസിഷനിലാണ് 1 കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ നമ്മൾ P2 എന്ന് കൊടുക്കുക. പൊസിഷൻ അനുസരിച്ചാണ്. ഫസ്റ്റ് പൊസിഷനാണെങ്കിൽ P1 കൊടുത്തത്, സെക്കൻഡ് പൊസിഷനാണെങ്കിൽ P2. ഇനി അവിടുത്തെ 1 ഇല്ലല്ലോ, ഇല്ല. സോ അവിടെ നമുക്ക് എന്ത് മാത്രമേ കിട്ടിയുള്ളൂ? P2 മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? ഇതുപോലെ തന്നെ W0ത്തെ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ നോക്കുക. ഫസ്റ്റ് റോയിൽ ഏത് പൊസിഷനിലാണ് 1 ഉള്ളത്? സെക്കൻഡ് പൊസിഷനിലാണ് 1 ഉള്ളത്. സോ അവിടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്തു? Q2 എന്ന് മാർക്ക് ചെയ്തു. Therefore P2 കിട്ടി, Q2 കിട്ടി. ഈ P2, Q2 ഉപയോഗിച്ച് നമുക്ക് ഒരൊറ്റ കോമ്പിനേഷന് പറ്റത്തുള്ളൂ. ഏതാണ്? P2, Q2 എന്ന് പറയുന്ന ഒരൊറ്റ കോമ്പിനേഷനേ ഉള്ളൂ. സോ ഈ P2, Q2 എന്നുള്ള കോമ്പിനേഷൻ മീൻസ് സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അപ്പോൾ സെക്കൻഡ് റോ സെക്കൻഡ് കോളം വരുന്ന പൊസിഷനിൽ പുതിയ മെട്രിക്സ് ആയ W1ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. അവിടെ 1 ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ. ഓക്കെ, P2, Q2 എന്ന് പറയുന്ന ഒരു പെയറാണ് നമുക്ക് കിട്ടിയത്. ആ പെയർ അനുസരിച്ച് ഇവിടെ നമ്മൾ ഒന്നുകൂടെ എഴുതുകയാണെങ്കിൽ 2, 2 എന്ന് പറയുന്ന പൊസിഷനിൽ W1ൻ്റെ മെട്രിക്സിൻ്റെ അവിടെ ഓൾറെഡി 1 എക്സിസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഏത് എൻട്രി കൊടുക്കുക? 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ W1ൻ്റെ മെട്രിക്സിൻ്റെ 2, 2 എന്ന് പറയുന്ന പൊസിഷനിൽ എന്തില്ല? ഒരു നമ്പറും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. വേറെ ഓൾഡ് പെയർസ് ഒന്നും ഇല്ലല്ലോ കണ്ടുപിടിക്കാനായിട്ട്. സോ നമ്മൾ ബാക്കിയുള്ള പൊസിഷനുകളെല്ലാം 0 കൊടുക്കും. അപ്പോൾ ഇതോടെ നമ്മൾ W1 കാൽക്കുലേറ്റ് ചെയ്തു. W0 നമ്മുടെ ഉണ്ടായിരുന്നു, W1 കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് W2. ഇതേ പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. W2 എടുക്കുമ്പോൾ അവിടെ സഫിക്സ് വരുന്ന വാല്യൂ K = എന്താണ്? 2 ആണ്. K-1 = 2 - 1, that is 1 ആണ്. Therefore ഈ W2th മെട്രിക്സ് ഏത് മെട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം? W1 എന്ന് പറയുന്ന മെട്രിക്സ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ W0ലേക്ക് പോകരുത്. W2 എന്ന് പറയുന്ന മെട്രിക്സ് തൊട്ട് മുമ്പുള്ള മെട്രിക്സായ W1 ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. കാര്യം എന്താ? WKth മെട്രിക്സ് Kth മെട്രിക്സ് WK-1 മെട്രിക്സ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ആദ്യം മെട്രിക്സിൽ 4/4 മെട്രിക്സിൻ്റെ പ്ലോട്ട് കൊടുക്കുന്നു. ഇനി W1 എന്ന് പറയുന്ന മെട്രിക്സിൽ ഏതൊക്കെ പൊസിഷനിലാണോ 1 ഉള്ളത് അതെല്ലാം റീപ്ലേസ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുന്നു? W1 എന്ന് പറയുന്ന മെട്രിക്സ് എടുക്കുന്നു. അവിടെ സെക്കൻഡ് റോയെയും സെക്കൻഡ് കോളത്തിനെ കൺസിഡർ ചെയ്യുന്നു. സോ W1 എന്ന് പറയുന്ന മെട്രിക്സിൽ സെക്കൻഡ് റോയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൊസിഷൻസിൽ എന്തുണ്ട്? 1 എന്ന് പറയുന്ന എൻട്രി ഉണ്ട്. സോ അവിടെ നമ്മൾ P1, P2 എന്നീ മാർക്കിങ്സ് കൊടുക്കുന്നു. സോ അവിടെ Pയുടെ സഫിക്സുകളിലേക്ക് വന്നു P1ഉം P2ഉം. നെക്സ്റ്റ് സെക്കൻഡ് റോയിൽ 3 പൊസിഷനിൽ 1 ഉണ്ട്. Therefore Q1, Q2, Q3 എന്നീ പോസിബിലിറ്റീസ് ഉണ്ട്. Therefore Q1, Q2 and Q3.
ക്യൂവിൻ്റെ വാല്യൂസ് ഏതൊക്കെയുണ്ട്? Q1, Q2 ആൻഡ് Q3. ഇനി നോക്കുക, ഈ 5 എലമെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എത്ര പെയേഴ്സിനെ ഉണ്ടാക്കാം? ദാറ്റ് ഈസ് P1Q1, P1Q2, P1Q3, again P2Q1, P2Q2, P2Q3. ഇങ്ങനെ 6 പെയേഴ്സ് ഉണ്ടല്ലേ. സോ ഈ സഫിക്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. ഫസ്റ്റ് റോ ഫസ്റ്റ് എല്ലാം പിയുടെ ക്യൂടെ സഫിക്സ്. അതുപോലെ തന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം. ഈ 6 പൊസിഷനുകളിൽ നമ്മളുടെ W2 എന്ന് പറയുന്ന മെട്രിക്സിൽ 1 എന്ന് പറയുന്ന എൻട്രി ഉണ്ടോ എന്ന് നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പുതുതായിട്ട് എന്ത് ചെയ്യുക? 1 എന്ന് പറയുന്ന എൻട്രിയെ കൊടുക്കുക. 1 1 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിൽ 1 അപ്പം എന്ത് ചെയ്തു? 1 എൻട്രി ചെയ്തു. 1 2 ഓൾറെഡി 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 1 3ലും 1 ഫസ്റ്റ് തേർഡ് കോളത്തിൽ 1 കൊടുക്കും. എഗെയിൻ 2 1 എന്നുള്ള പൊസിഷനിൽ ഓൾറെഡി 1 ഉണ്ട്. 2ൽ ഓൾറെഡി 1 ഉണ്ട്. 2 3ൽ ഓൾറെഡി 1 ഉണ്ട്. therefore നമ്മളുടെ W2 എന്ന് പറയുന്ന മെട്രിക്സിൽ നമ്മളുടെ 1 എന്ന് പറയുന്ന എൻട്രീസ് നമ്മൾ ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളതെല്ലാം എന്ത് കൊടുക്കുക? 0. സോ ഇതാണ് നമ്മളുടെ W2 എന്ന് പറയുന്ന മെട്രിക്സ്. നെക്സ്റ്റ് ഈസ് W3. W3യെ സംബന്ധിച്ച് K is equal to 3 and K minus 1 is equal to 3 minus 1, that is 2. It is equal to, ആദ്യം നമ്മൾ 4/4 മെട്രിക്സിന് പ്ലോട്ട് കൊടുക്കുന്നു. അതിനുശേഷം 1 എന്ന് പറയുന്ന എൻട്രിയെ ട്രാൻസ്ഫർ ചെയ്യുന്നു. പഴയ മെട്രിക്സിൽ നിന്ന് 1 എന്ന് പറയുന്ന എൻട്രിയെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ W3 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? W2 എന്ന് പറയുന്ന മെട്രിക്സിൽ നിന്നാണ്. സോ W2ൽ എവിടേക്കാണ് 1 എന്ന് പറയുന്ന എൻട്രീസ് ഉള്ളത് അതാണ് പൊസിഷനിൽ W3ലും എന്ത് കൊടുക്കുക? 1 എന്ന് പറയുന്ന എൻട്രി കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? W2 എന്ന് പറയുന്ന മെട്രിക്സിൽ തേർഡ് കോളത്തിൽ കേത്ത് കോളം, അപ്പോൾ ഇവിടെ പുതുതായിട്ട് എടുത്ത K എത്രയാണ്? ലേറ്റസ്റ്റ് ആയിട്ടുള്ള K ആൻഡ് K മൈനസ് വാല്യൂസ് വേണം നമ്മൾ യൂസ് ചെയ്യാം. സോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള Kയുടെ വാല്യൂ എത്രയാണ്? 3. therefore W2th മെട്രിക്സിൻ്റെ തേർഡ് കോളത്തിൽ എവിടേക്കാണ് 1 വന്നിട്ടുള്ളത് നോക്കുക. ദാറ്റ് ഈസ് P1 ഉണ്ട്, P2 ഉണ്ട്. അതുപോലെ തേർഡ് റോയിൽ എവിടേക്കാണ് 1 വന്നിട്ടുള്ളത്? Q1ലില്ല, Q2ലില്ല, Q3ലില്ല. Q4ൽ എന്തുണ്ട്? 1 ഉണ്ട്. സോ W3യെ സംബന്ധിച്ച് P1ൻ്റെ വാല്യൂസ് ഏതൊക്കെയുണ്ട്? P1ഉം P2. Qൻ്റെ വാല്യൂസ് Q4. സോ ഇവിടെ എത്ര പെയേഴ്സ് നമുക്ക് കിട്ടും? P1Q4 ആൻഡ് P2Q4. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പുതിയ 1 വരുന്ന പൊസിഷൻസ് ഏതൊക്കെയാണ്? 1 4 ആൻഡ് 2 4. 1 4 W3 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? പുതുതായിട്ട് 1 കൊടുക്കും. 2 4 എന്ന് പറയുന്ന പൊസിഷനിൽ 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? പുതുതായിട്ട് 1 കൊടുക്കുക. ബാക്കിയുള്ളിടത്തെല്ലാം 0. സോ ഇതാണ് നമ്മളുടെ W3 എന്ന് പറയുന്ന മെട്രിക്സ്. നെക്സ്റ്റ് ദ ലാസ്റ്റ് മെട്രിക്സ് W2 കഴിഞ്ഞു, W3 കഴിഞ്ഞു. ആൻഡ് ദ ലാസ്റ്റ് മെട്രിക്സ് ഈസ് W4. W4നെ സംബന്ധിച്ച് the value of K is equal to 4 and that of K minus 1 is equal to 4 minus 1 is 3. That is equal to 4/4 മെട്രിക്സിൻ്റെ പ്ലോട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? തേർഡ് മെട്രിക്സിനകത്ത് എവിടേക്കാണോ 1 എന്ന് പറയുന്ന എൻട്രി ഉള്ളത് അവയെല്ലാം തന്നെ W4th മെട്രിക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. therefore 1 1 1 1 1 1 1 1 and here 1. ഇനി എന്ത് വേണം? W3 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ 4th കോളം നോക്കാം. 4th കോളത്തിൽ 1 ഉള്ള പൊസിഷൻസിലെല്ലാം P എന്ന് പറഞ്ഞ ആൽഫബറ്റിൻ്റെ സഫിക്സ് കൊടുക്കുക. P1 P2 P3 ആണ്. P1 P2 P3. അപ്പോൾ പിയുടെ എത്ര എൻട്രീസ് ഉണ്ട്? P1 P2 P3. വാട്ട് അബൌട്ട് റോ വൈസ് നോക്കുമ്പോൾ W3 എന്ന് പറയുന്ന മെട്രിക്സിൽ റോ വൈസ് 4th റോയിൽ എവിടെയൊക്കെ 1 ഉണ്ട്? ഒരിടത്തും 1 ഇല്ല അല്ലേ. സോ എല്ലാ പൊസിഷനും എന്താണ്? W3 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ 4th റോയിൽ എല്ലായിടത്തും ഒന്ന് തന്നെയാണ്, 0 നമ്പർ തന്നെയാണ് വന്നിരിക്കുന്നത്. therefore ഇവിടെ Q എന്ന് പറയുന്ന സഫിക്സ് കൊടുക്കാണ്ട് അവിടെ ഇല്ല, എന്തില്ല? എൻട്രീസ് അവിടെ ഇല്ല. സോ നമുക്കിവിടെ എന്തിൻ്റെ വാല്യൂ കിട്ടത്തില്ല? Qൻ്റെ വാല്യൂ അല്ലെങ്കിൽ Qൻ്റെ സഫിക്സ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം?
ഇങ്ങനൊരു ഓയുടെ പെയർ കിട്ടിയാൽ മാത്രം കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ കിട്ടത്തുള്ളൂ അല്ലേ. റോയും വേണം കോളവും വേണം. അപ്പോൾ ഒരു മെട്രിക്സിനകത്ത് എൻട്രിയെ നമുക്ക് പുതുതായിട്ട് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ എൻട്രിയെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എന്ത് ഉപയോഗിച്ചാണ്? റോ ആൻഡ് കോളം വാല്യൂസ് ഉപയോഗിക്കും. ഇപ്പോൾ റോ വാല്യൂസും വേണം കോളം വാല്യൂവും വേണം. ഇവിടെ നമുക്ക് കോളം വാല്യൂ എഴുതാനായിട്ടില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ പുതുതായിട്ട് റോയുടെ പേര് നമുക്ക് കിട്ടത്തില്ല. ആ പഴയ പൊസിഷനിൽ എവിടേക്കാണോ 1 ഉള്ളത് അത്രയും പൊസിഷൻസിൽ മാത്രമേ എന്ത് എക്സിസ്റ്റ് ചെയ്തുള്ളൂ, 1 എക്സിസ്റ്റ് ചെയ്തുള്ളൂ. പുതുതായിട്ടൊരു 1ൻ്റെ എൻട്രി അവിടെ പോസിബിൾ അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബാക്കിയുള്ള പൊസിഷൻസ് എല്ലാം 0 തന്നെ അലോക്കേറ്റ് ചെയ്യുന്നു. സോ നമുക്കിപ്പം കിട്ടിയ മെട്രിക്സ് തന്നെ W4 എന്ന് പറയുന്ന മെട്രിക്സ്. ഇവിടെ N4 ആയതുകൊണ്ട് നമുക്ക് W4 എന്ന മെട്രിക്സ് കൊണ്ട് നിർത്താം. ആൻഡ് ദിസ് മെട്രിക്സ് ഈസ് കോൾഡ് ദ മെട്രിക്സ് ഓഫ് ട്രാൻസിറ്റീവ് ക്ലോഷർ, ദാറ്റ് ഈസ് M∞. സോ ഇവിടെ ഈ കേസിൽ നമുക്ക് W3 W4 സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം എന്താ, അവിടെ W3 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ 4th റോ ഫുള്ളായിട്ട് എന്താണ് 0 ആയിട്ട് പോസിബിൾ. അപ്പോൾ Q എന്ന് പറയുന്ന ഒരു ആൽഫബറ്റിൻ്റെ സഫിക്സ് അവിടെ വരാനുള്ള പോസിബിലിറ്റി ഇല്ല. ഒരു റോയുടെ പേരിൻ്റെ പോസിബിലിറ്റി അവിടെ ഇല്ലാതെ ആകുന്നു. അതുകൊണ്ട് തന്നെ എന്തില്ല, W4 എന്ന് പറയുന്ന മെട്രിക്സിന് W3യോട് തന്നെ സെയിം ആയിട്ട് വരും. അപ്പോൾ എല്ലായിടത്തും അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ ഈ ഒരു കേസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ M∞ കിട്ടും. അപ്പോൾ മെട്രിക്സ് R∞ കിട്ടിയ സ്ഥിതിക്ക് ട്രാൻസിറ്റീവ് ക്ലോഷർ R∞ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓരോ എൻട്രീസിൻ്റെ പൊസിഷൻ എഴുതുക. ഏതൊക്കെയാണ്? 1 2 1 3 1 4 ഒരു 1 1 ഉണ്ടല്ലേ, അത് എഴുതിയില്ലല്ലോ. 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4 ഇനി എന്നുള്ളത് 3 4 ആൻഡ് സോ നമ്മളുടെ പന്നത്തെ റിലേഷനായ R എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് ഓഫ് 1 2 2 1 2 3 3 4 എന്ന് പറയുന്ന റിലേഷൻ്റെ ട്രാൻസിറ്റീവ് ക്ലോഷർ, ദാറ്റ് ഈസ് ആറിനോട് കൂടെ അതിൻ്റെ ട്രാൻസിറ്റീവ് റിലേഷൻസോടെ എൻക്ലോസ് ചെയ്ത് വന്നിട്ടുള്ള ട്രാൻസിറ്റീവ് ക്ലോഷർ റിലേഷൻ ഏതാണ്? R∞ സെറ്റ് 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4 ആൻഡ് 3 4. സോ ഇങ്ങനെയാണ് നമ്മൾ വാർഷൻസ് അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു റിലേഷൻ്റെ ട്രാൻസിറ്റീവ് ക്ലോഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ടൊരു പ്രോബ്ലമാണ്. സാധാരണ നമുക്ക് എക്സാമിന് എക്സ്പ്ലെയിൻ വാർഷൻസ് അൽഗോരിതം വിത്ത് എക്സാമ്പിളാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ തിയറി പാർട്ടായി അൽഗോരിതം എന്താണെന്ന് എഴുതണം. അതിനുശേഷം ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കാം. സോ ഇന്ന് നമ്മൾ വാർഷൻസ് അൽഗോരിതത്തിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. ഇതുകൊണ്ടൊക്കെ തന്നെ എല്ലാ പ്രോബ്ലംസോടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ W0 എന്ന് പറയുന്ന മെട്രിക്സ് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആ ബാക്കി വരുന്ന മെട്രിക്സിൻ്റെ എൻട്രീസും മാറി വരുമെന്നേ ഉള്ള റിലേഷൻ മാറുന്നതനുസരിച്ച് ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ആ സ്റ്റെപ്പ് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഏത് റിലേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള R∞ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇന്ന് പഠിപ്പിച്ച ഈ വാർഷൽ അൽഗോരിതത്തിൻ്റെ പ്രോബ്ലം ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെൻറ്റ് പോസ്റ്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ.